അങ്ങനെ മലയാള സിനിമയ്ക്ക് ഒരു ഡയറക്ടറും കൂടെ വരികയാണ്, ബിൻഡോ സ്റ്റീഫൻ. എൻ്റെ പേര് ലിസ്റ്റിൻ സ്റ്റീഫൻ ആയതുകൊണ്ടിട്ട് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ബ്രദറാണോ ബിൻഡോ സ്റ്റീഫൻ എന്ന്. അത് അല്ല എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. വേറെ ഫാമിലിയാണ്, വേറെ അപ്പൻ, വേറെ അമ്മ. എന്നെ സംബന്ധിച്ച് ഒരുപാട് ആർട്ടിസ്റ്റുകളിലൂടെ ഞാൻ സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാർട്ട്ണർഷിപ്പിൽ ചെയ്തിട്ടുണ്ട്, ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ സിനിമ ചെയ്തിട്ടുണ്ട്. ദിലീപേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത്. അപ്പം ഓരോരുത്തരുടെ ചെറുപ്പത്തിൽ ഓരോരുത്തരാണ് വലിയ ഹീറോസ് ആയിട്ട് കാണുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ചെറുപ്പത്തിൽ ദിലീപേട്ടൻ വളരെ വലിയ ഹീറോയാണ്. ദിലീപേട്ടൻ എന്നെ സംബന്ധിച്ച് എന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഹീറോയാണ്. പുള്ളിയുടെ ലൊക്കേഷനിലൊക്കെ ഞാൻ സിനിമ കാണാനായിട്ട് തന്നെ പോയിട്ടുണ്ട്. ജോണി ചേട്ടൻ തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള 1-2 പടങ്ങളിൽ തന്നെ ഞാൻ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. അപ്പം ഒരു കുറച്ച് അകലത്തിൽ നിന്ന് കാണാനായിട്ട് അന്ന് പറ്റിയിട്ടുണ്ട്. പിന്നീട് സിനിമയിൽ വന്നു പല ഹീറോസുമായിട്ട് സിനിമയിൽ സഹകരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ദിലീപേട്ടനുമായിട്ട് ആദ്യമായിട്ട് സഹകരിക്കുന്ന ഒരു സിനിമ. പക്ഷെ നമ്മളൊരു സിനിമയെ സംബന്ധിച്ച് നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ എപ്പോഴും നിർമ്മാതാവിനെ സംബന്ധിച്ച് ഭയങ്കര റിസ്ക്കാണ്. ഈ സിനിമ എന്താണെന്നറിയത്തില്ല, ദിലീപേട്ടന്റെ ഇപ്പം എല്ലാവർക്കും നല്ല സമയമുണ്ട്, മോശം സമയമുണ്ട്. അപ്പം ദിലീപേട്ടന്റെ ഒരു മോശം സമയത്തിലൂടെയാണ് ഇപ്പം ഇത് മറച്ചു വെക്കേണ്ട കാര്യമല്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മോശം സമയത്തൂടെയാണ് പൊക്കൊണ്ടിട്ടിരിക്കുന്നത്. ആ സമയത്താണ് ഞാൻ ഈ സിനിമ എടുക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വേറെ ഒന്നുമല്ല, ഞാൻ എന്തിന് ഈ സിനിമ എടുത്തു എന്നുള്ളത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു. നിനക്ക് മലയാളത്തില് ഹീറോ ഇല്ലാത്തതുകൊണ്ടിട്ടാണോ? പക്ഷെ ഞാൻ എടുത്തത് എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഒരു ഹീറോയിനെ വെച്ചിട്ടാണ് ഞാൻ സിനിമ എടുത്തത്. നമ്മള് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറ്റം ചെയ്യുന്നത് തെളിയിക്കുന്നത് വരെ ഒരാള് കുറ്റാരോപിതൻ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതാണ് എൻ്റെ ഒരു ധൈര്യവും, ഈ സബ്ജക്റ്റിലുള്ള നമ്മുടെ ഒരു ധൈര്യം. ഇത് ദിലീപേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ വർക്കാവുന്നു. നമുക്ക് ഒരു പൂർണ്ണമായിട്ട് ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ് ദിലീപേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ എത്തിയത്. അതിലുപരി ഈ സിനിമ ചെയ്യുമ്പം ഞാനത് എന്തുകൊണ്ടിട്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളിലൂടെ പോയത് കൊണ്ടിട്ടാണ് അത് നിങ്ങളോട് പറയുന്നത്. ഒരു നല്ല ദിവസം നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് ഈ സിനിമയിലുള്ള ഡേ 1 മുതൽ എല്ലാം നല്ല കാര്യങ്ങളാണ്. ഞങ്ങളെല്ലാം ഒരു കോമ്പറ്റീഷൻ ഐറ്റം ആയിട്ടാണ് ഞങ്ങൾ ഇത് എടുത്തേക്കുന്നത്. ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഞങ്ങൾ ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല, അല്ലെ, ടൈറ്റിൽ പോലും അനൗൺസ് ചെയ്തിട്ടില്ല. ഒരു പടം ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമ തുടങ്ങുവാണ് എന്ന് പറയുന്ന അന്ന് മുതൽ ഈ സിനിമയുടെ ടൈറ്റിലില്ല, അഭിനയിക്കുന്നതെന്നില്ല, ഒന്നുമില്ല. അപ്പം മുതൽ നെഗറ്റീവ് വന്നുകൊണ്ടിട്ടിരിക്കുകയാണ്. ഒരു സിനിമ എന്താണ് അതിൻ്റെ ഒരു ടൈറ്റിൽ വരുമ്പോഴോ, അല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടിട്ട് കൊള്ളത്തില്ലെങ്കിലോ എനിക്ക് ടൈറ്റിൽ ആവശ്യമാവാം. എന്തിനാണ് ഇത്രയും നെഗറ്റീവ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മളെ സംബന്ധിച്ച്, പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ നമ്മളൊരു പോസിറ്റീവ് വൈബിലാണ് പൊക്കോണ്ടിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ദിലീപേട്ടനോട് ചോദിച്ചു, ദിലീപേട്ടൻ എന്താ ഇങ്ങനെ നെഗറ്റീവ് വരുന്നത്? അതിപ്പോ ലിസ്റ്റ് എന്നെ വെച്ച് ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്, ഇപ്പോഴല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് മനസ്സിലായിക്കോളും. ഞാനിത് കുറേ നാളുകളായിട്ട് ഇത് ശീലിച്ചുകൊണ്ടിട്ടിരിക്കുക. കഴിഞ്ഞിട്ട് ഞാൻ ഇതില് ശ്രദ്ധിക്കാറില്ല. കാരണം ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു നെഗറ്റീവ് ഷെയ്ഡിലൂടെ ഇവിടെ പോകുള്ളൂ. ഞാൻ റെസ്ട്രിക്റ്റഡ് ആണ്. ഇപ്പോൾ പുള്ളിക്ക് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഇതിൽ കൂടെ പൊക്കോണ്ടിട്ടിരിക്കുകയാണ്, ഒരു ട്രാക്കിലൂടെ പൊക്കോണ്ടിട്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വീണ്ടും പറയുകയാണ്, ഈ സിനിമ അതിമനോഹരമായ ഒരു സിനിമയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്. കാരണം ഞങ്ങൾ ഈ സിനിമ ഇറക്കുമ്പോൾ ഞങ്ങൾ ഒരു ബിസിനസ്സും ഇതുവരെ എനിക്ക് ചെയ്യാനായിട്ട് ഈവൻ പറ്റിയിട്ടില്ല. ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ 150ാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള
ഫംഗ്ഷനോടുകൂടി നടത്തുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. പക്ഷെ ഈ സിനിമയുടെ ഒരു ലാളിത്യം ഈ ചടങ്ങിനും ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഈ വേദിയിൽ നിന്ന് എന്നെ 150ാമത്തെ സിനിമ വരെ എത്തിച്ച എൻ്റെ പ്രൊഡ്യൂസേഴ്സ്, എൻ്റെ ഡയറക്ടേഴ്സ്, എൻ്റെ റൈറ്റേഴ്സ്, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകൾ, എൻ്റെ കൂടെ വർക്ക് ചെയ്ത പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ യൂണിറ്റിൽ എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ പറയും. ദൈവത്തിനോട് വലിയ സന്തോഷമുണ്ട്. ഈ സിനിമ പുതിയ തലമുറയിലെ ആളുകളോടൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത്. അവരും ഇതിലെ സംവിധായകൻ പുതിയ ആളാണ്. അതുപോലെ ഇതിൻ്റെ റൈറ്റർ അദ്ദേഹത്തിൻ്റെ 3-ാമത്തെ 4-ാമത്തെ 6-ാമത്തെ നിന്നിട്ട് അങ്ങോട്ട് കയറി. അപ്പം അങ്ങനെ സിനിമകൾ കൂടട്ടെ. ഷാരീസ് അതുപോലെ സാഗർ, ഇവർ 3 പേരുമാണ് ഈ സിനിമയുടെ കഥ പറയുന്ന സമയം തുടങ്ങി ഇവരൊരുമിച്ച്. ഞാൻ ആദ്യം കാണുന്നത് ബിന്ദുവിനെയും ഷാരീസിനെയാണ് ലിസ്റ്റുമായി പറഞ്ഞിട്ട്. ആദ്യം ലിസ്റ്റിന്റെ കാര്യം പറയാം. ഞങ്ങൾ ഒരുമിച്ച് പലപ്പോഴും യാത്രക്കിടയിലാണ് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടേയിരുന്നത്. പിന്നെ പല വേദികൾ വെച്ച് പരിചയപ്പെട്ടു. ആ പരിചയം ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയില്ലേ. ഈ കഴിഞ്ഞ 7-8 വർഷമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തും പലപ്പോഴും ഞങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങൾ സിനിമകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ എന്നെ വെച്ച് ചെയ്യുന്ന ഒരു സിനിമയെ കുറിച്ചല്ല സംസാരിച്ചിട്ടുള്ളത്. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത്യാവശ്യമായിട്ടൊന്ന് കാണുന്ന ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണോ? അല്ല, ഒരു സിനിമയുടെ കാര്യം പറയാനാണ്. ഞാൻ പറഞ്ഞു, നേരിട്ട് സംസാരിക്കാം. അങ്ങനെയാണ് ഇവരെ കൊണ്ടുവന്നത്. ഇവരെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ലിസ്റ്റിനോട് ചോദിച്ചു, സത്യത്തിൽ നിങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടാണോ ഈ സമയത്ത് എന്നെ വെച്ച സിനിമയെ വന്നിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഈ സിനിമയുടെ കഥ നിങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രിൻസിന്റെ കഥ കേട്ടു. ഷാരീസാണ് വ്യക്തമായി പറഞ്ഞത്. ഈ സിനിമ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത് അത്രയും ആനുകാലിക പ്രസക്തിയുള്ളൊരു ചിത്രമാണ്. കാരണം നമ്മളെല്ലാവരും പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്ക് ആർക്കും ഒരു പ്രൈവസി ഇല്ല. അങ്ങനെയുള്ള ലൈഫിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രൈവസി ആഗ്രഹിക്കുന്ന പ്രിൻസ് ലൈഫിൽ അയാള് സർവൈവ് ചെയ്യാൻ, അയാള് മുന്നോട്ട് പോകാൻ വേണ്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആണ് ഈ സിനിമയിലൂടെ ഷാരീസും ബിന്ദോയും പറഞ്ഞിരിക്കുന്നത്. അതിന് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് ലിസ്റ്റിന്. ഈ സിനിമയിൽ ഇവിടെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഞങ്ങൾ അത്രയും വിശ്വസിച്ച് അവരെ ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരും പറഞ്ഞിട്ട് പുതിയ തലമുറയിലെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യണം. ഞാൻ എപ്പോഴേ വർക്ക് ചെയ്യാൻ വരികയാണ്. നമ്മൾ ആ ഡോർ തുറന്നു വെച്ചിരിക്കുകയാണ്. പുതിയ തലമുറയിലെ ആളുകൾ നല്ല കഥകളായിട്ട് വരിക. കാരണം നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് നമ്മൾ താരങ്ങൾ, ഇപ്പം എൻ്റെ സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും നമ്മളൊക്കെ ആണെങ്കിലും നമ്മൾ വെറുതെ കിടന്ന് ആടിയിട്ട് കാര്യമില്ല. അതിനുള്ള കണ്ടന്റ് കൊണ്ടുവരുന്നത് അതിൻ്റെ ടെക്നീഷ്യൻസ് ആണ്, അതിൻ്റെ റൈറ്ററാണ്, അതിൻ്റെ ഡയറക്ടറാണ്. അതിൻ്റെ കൂടെ സഞ്ചരിക്കാനാണ് നമ്മൾക്ക് താല്പര്യം. അപ്പം അങ്ങനെ അവർ പറഞ്ഞ രീതിയിൽ ഞാൻ ഈ സിനിമയിൽ എന്നെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാനും പ്രിൻസിനെ ഇഷ്ടപ്പെടുന്നു. കാരണം ഇതില് ഓരോ മുഹൂർത്തങ്ങളും ജോണി പറഞ്ഞ പോലെ തന്നെ ഷാരീസ് നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് അത് നമുക്ക് കാണാം അല്ലെ, ഷാരീസിന്റെ കണ്ണുകളിലൂടെ. അപ്പൊ ഷാരീസ് അത്രയും സ്ട്രെയിൻ ചെയ്ത് ആ കഥാപാത്രം ഇങ്ങനെ ചെയ്യുള്ളൂ, ഇതിങ്ങനെയാണ് ചേട്ടാ, അങ്ങനെയാണ്. ജോണിയോട് പലപ്പോഴും ചെന്ന് പറയുമ്പോൾ ഞാൻ ജോണിനെ മാറ്റി നിർത്തിയാൻ ചോദിച്ചിട്ടുണ്ട്, എനിക്കതൊക്കെ ചെയ്യാൻ പറ്റൂടാ. കാരണം ഞാൻ ജോണിനെ കുറെ കാലമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നറിയില്ല, ജോണി എനിക്ക് തോന്നുന്നത് ഈ ലിസ്റ്റിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ തന്നെ ഞാൻ പഠിക്കുന്നതെന്ന് തോന്നുന്നത്. നൈറ്റിൽ പോയി ഭയങ്കര പഠിത്തം. അപ്പൊ കാണാത്ത എക്സ്പ്രഷനൊക്കെ ഞാൻ പറഞ്ഞു, ജോണി എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തരാം. ഇവര് ഒന്ന് പറയുമ്പോൾ നമ്മൾ വാല് കുറിയാൻ പാടില്ലല്ലോ.
പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായില്ല അല്ലേ ഭാഗ്യത്തിന്. ആ അപ്പോ അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചതിന്റെ കൂടെ അഭിനയിച്ച സിദ്ദിഖ, ബിന്ദു, ധ്യാൻ, ജോസൂട്ടി, പിന്നെ അതുപോലെ നമ്മളുടെ കുറച്ച് പുതിയ താരങ്ങൾ ഈ സിനിമയിലുണ്ട്. അവരൊക്കെ വന്ന് സംസാരിക്കുന്നതാണ്. പിന്നെ പറയാൻ വന്ന കാര്യം അത് പിന്നെ പറയാം, ലിസ്റ്റ് മറന്ന പോലെ തന്നെ. ഈ 150ാമത്തെ സിനിമയിൽ എത്തി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ സിനിമയുടെ അധികം ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഷാരിസും ബിന്നുവും തന്നെ പറഞ്ഞു നമുക്ക് ലളിതമായിട്ട് ഈ കാര്യം പറയാം. ഈ മെയ് 9 ഈ സിനിമ വരികയാണ്. ഈ മെയ് 9 വരുമ്പോൾ പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, ഷാരിസ് ഇവിടെ ഗൂഗിളിനെ പരിചയപ്പെടുത്തി പടത്തിന്റെ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞ് ആ സാധനം ആരും എടുത്തോണ്ട് കൊണ്ട് നോക്കി പോകണം. ഒരു 9-ാം തീയതി വരെ നമുക്കിത് പിടിച്ചു വെക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുവരെ നിങ്ങൾ അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി രഹസ്യമാക്കി വെച്ചേക്കണം. അപ്പോ ഈ സിനിമയിൽ നമ്മളെ ജോണി ചിരിപ്പിച്ച പോലെ ജോണിയുടെ കഥാപാത്രം നമ്മളെ ജീവിപ്പിക്കട്ടെ. നമ്മുടെ നായികന്മാര് നമ്മുടെ ഇതിൽ പുതിയതായിട്ട് അഭിനയിച്ച ഒരുപാട് പേരുണ്ട്. ഈ സിനിമയെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കാരണം ഈ സിനിമയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരം കാണുമ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ ഫീൽ ഉണ്ടാവുള്ളൂ. നമ്മൾ പറയാറുള്ള പോലെ തന്നെ ഒരു വെള്ളക്കടലാസ് പോലെ നിങ്ങൾ ഒന്നും പ്ലാൻ ചെയ്യാതെ ഈ സിനിമ കാണാൻ വരിക, ഈ സിനിമ എൻജോയ് ചെയ്യുക. അത്രയൊക്കെയാണ് പറയാനുള്ളത്. എന്തായാലും ഈ സായാഹ്നത്തിൽ ഇവിടെ ഇന്ന് സംസാരിക്കാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. ഇവിടെ വന്ന എല്ലാവരോടും, എല്ലാ മീഡിയ സുഹൃത്തുക്കളോടും, മെയ് 9 ഈ സിനിമ തിയേറ്ററിലേക്ക് വരുന്നത്. നിങ്ങളെല്ലാവരും ഫാമിലിയോട് വന്ന് കാണുക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത്, ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു, ജോണിയൊക്കെ പറഞ്ഞു എൻ്റെ ഫാൻസിലെ സഹോദരങ്ങളെ കുറിച്ച്. അവരത്രയും ശക്തമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്ന ആ സഹോദരന്മാരോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഈ പ്രിൻസ് ആൻഡ് ഫാമിലി വലിയ ഒരു എന്താ പറയുക, ഫാമിലികൾ കൊണ്ട് നിറഞ്ഞ സദസ്സിൽ ഈ സിനിമ ഉടനെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. നന്ദി, ഒരുപാട് നന്ദി.